നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് കയറി ചില സന്ദേശങ്ങളിലൂടെ നമ്മുടെ ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ആശയത്തിലേക്ക്, പൊരുളുകളിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് നമുക്കിന്ന് ആദ്യമായി നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. പഴയ നിയമത്തിലെ വലിയ 4 പ്രവാചകരിൽ ഒരാളാണ് ആര്? ഈ 4 പേരാരൊക്കെ? 4 വലിയ പ്രവാചകർ എന്തടിസ്ഥാനത്തിലാണ്? അവരുടെ ബുക്കിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രവചന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വലിയതും ചെറുതും എന്ന് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രവാചകന്മാരുണ്ട്. യെശയ്യാ, ജെറമ്യ, എസെക്കിയേൽ, ദാനിയേൽ. ദാനിയേൽ പ്രവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ബാബിലോണിലേക്ക് പിടിക്കപ്പെട്ട അടിമബാലനായ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട യൂദാദേശത്ത് പിടിക്കപ്പെട്ടു പോയ ഒരാളാണ് ആര്? ദാനിയേൽ. ദാനിയേലിനെയും കുടുംബത്തെയും ഇസ്രായേൽ ജനതയും മുഴുവൻ നെബൂഖദ്നേസർ രാജാവ് വന്നിട്ട് എങ്ങോട്ട് പിടിച്ചോണ്ടുപോയി? ബാബിലോൺ ദേശത്തേക്ക് പിടിച്ചോണ്ടുപോയി. എത്ര നാൾ അവരവിടെ ഉണ്ടായിരുന്നു? നീണ്ട 70 വർഷം ഇസ്രായേൽ അടിമത്തത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു 10-16 വയസ്സിൽ അങ്ങോട്ട് പിടിക്കപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരനാണ് ആര്? ദാനിയേൽ പ്രവാചകൻ. എന്നാൽ വചനം പറയുന്നു, ദാനിയേൽ ദൈവത്തിൻ്റെ ദർശനങ്ങളെ കാണാനുള്ള വരം, ദൈവത്തിൻ്റെ ദർശനങ്ങളെ ഗ്രഹിക്കാനുള്ള വരം ആരിലുണ്ടായിരുന്നു? കാരണം ദാനിയേൽ ശക്തിയേറിയ പേഴ്സണൽ പ്രെയർ ഉള്ള ആളായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം പറയുന്നു, അവൻ ജെറുസലേമിലേക്ക് നോക്കി, അവനായിരിക്കുന്ന ഭവനത്തിന്റെ കിളിവാതിലൂടെ ജെറുസലേമിനെ നോക്കി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ ദാനിയേൽ, അവൻ ദൈവത്തിന്റെ രഹസ്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള വരം ദാനിയേലിനുണ്ടായിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രസിദ്ധമായ ഒരു സംഭവമാണ്, ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്ന, ബാബിലോൺ രാജാവായിരുന്ന നെബൂഖദ്നേസർ രാജാവ്. നെബൂഖദ്നേസർ എന്ന പേര് അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, കൊച്ചുമോൻ ഉണ്ടായിരുന്നു, അല്ല മകനുണ്ടായിരുന്നു, കൊച്ചുമോൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് നെബൂഖദ്. ഒരാളുടെ മാത്രം പേരല്ല. ഇവിടെ അറിയപ്പെടുന്ന നെബൂഖദ്നേസർ രാജാവ് വളരെ ശക്തനും, ഈജിപ്റ്റ് മുതൽ ഇന്ത്യ വരെ വലിയ പരന്നു കിടക്കുന്ന വലിയ രാജ്യമായിരുന്നു. ആരുടെ രാജ്യം? നെബൂഖദ്നേസറിന്റെ രാജ്യം. നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ സംഭവം നടന്നത് ആയിട്ട് ഇവിടെ ആ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സംഭവം ഇതാണ്: രാജാതിരാജനായ നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ സ്വപ്നം കണ്ടു. രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ പല കാര്യത്തിൽ അസ്വസ്ഥനായി കിടക്കെ അദ്ദേഹത്തിന് ഉറക്കത്തിൽ വലിയൊരു സ്വപ്നമുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇത് സാധാ സ്വപ്നങ്ങൾക്ക് എന്ത് കാര്യം? നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തി. രാജാവ് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തെ ആകുലപ്പെടുത്തുന്ന ഒരു സ്വപ്നം അദ്ദേഹത്തിനുണ്ടായി. നമുക്കും ഇങ്ങനെ തന്നെയാണ്. സ്വപ്നത്തിലൂടെ വെളിപാട് എന്ന ഒരു സാഹചര്യം നമുക്കുമുണ്ട്. എല്ലാ സ്വപ്നവുമല്ല, ചില സ്വപ്നങ്ങളിൽ ചില മെസ്സേജുകൾ ഉണ്ടായിരിക്കും. ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് നിങ്ങൾ കണ്ട ഇമേജസ് സബ് കോൺഷ്യസ് മൈൻഡിൽ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില ചിന്തകൾ ഉണർന്നേറ്റ് വരുന്നതിനെ കാണുന്നവരുണ്ട്. പ്രൊജക്ടറിലൂടെ കാണും പോലെ. അതല്ല പറയുന്നത്. ചില സ്വപ്നം വളരെ റിയൽ ആയിരിക്കും. നമ്മളതിൻ്റെ അനുഭവിച്ച് ചാടി എണീക്കും. ഇന്നാളൊരു സഹോദരി പറഞ്ഞു, ബ്രദറെ, രാത്രി ഞാൻ കിടക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് വന്നു. ഒറ്റക്കടി ഞാൻ ചാടി എണീറ്റപ്പോൾ ആ സ്വപ്നം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ പാമ്പ് എഴഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. അതെൻ്റെ മുമ്പിൽ തല ഉയർത്തി നിന്നു. കുറേ നേരം എന്നെ വീക്ഷിച്ചു. ഞാനിങ്ങനെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഒറ്റക്കടി എൻ്റെ കൈത്തണ്ടയിൽ കടിച്ചു. ഇതായിരുന്നു സ്വപ്നം. കൈത്തണ്ടയിൽ ഇവിടെയാണ് കടിച്ചത്. ഈ സ്വപ്നം ഞാൻ കണ്ടു. ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. വളരെ റിയലിസ്റ്റിക് ആയ സ്വപ്നമാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് സ്വപ്നമല്ലേ, ഫാസിനേഷൻ ആണോ, ഫാൻറ്റസി, മൈൻഡിൻ്റെ മനസ്സിൻ്റെ ചില തോന്നലുകളാണോ? പക്ഷേ അവൾ ഒരു കാര്യം കൂടെ പറഞ്ഞു.
അതാണ് അവിടെ അത്ഭുതം. പാമ്പ് കടിച്ചത് എൻ്റെ കൈത്തണ്ടയിലാണ്. എവിടെ കടിച്ചോ ആ ഭാഗത്ത് എനിക്ക് സ്വപ്നത്തിൽ നിന്ന് ഉണർത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കടിയുടെ പാട്, വേദന എനിക്ക് ഫീൽ ചെയ്തു. ബ്രദറെ, ഞാൻ സ്വപ്നത്തിൽ എന്നെ കടിച്ച പാമ്പിൻ്റെ വേദന സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇതാണ് അവളുടെ ചോദ്യം. ഞാൻ അത് കേട്ട് ഞാൻ ഒത്തിരി ഭയന്നു പോയത് ഞാൻ അവളോട് പറഞ്ഞില്ല. അങ്ങനൊരു അനുഭവം ഉണ്ടായാൽ 3 മാസത്തിനകം അവൾ ജീവിക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അവളോട് പറയാൻ പറ്റത്തില്ല. 3 മാസമേ നിൻ്റെ ആയുസുള്ളൂ, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ എന്തോ അപകടം നിനക്ക് വരുന്നുണ്ടെന്നാണ് നമുക്ക് ഒരു ബൈബിളിക്കൽ പരമായിട്ട് വ്യാഖ്യാനിക്കാൻ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു വളരെ സൂക്ഷിക്കണം, നീ ഇന്ന് മുതൽ 7 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചില സ്വപ്നങ്ങൾ നമുക്കുള്ള താക്കീതാണ്. മനസ്സിലാകുന്നുണ്ടോ? ചിലർ കണ്ടിട്ടില്ല, രാത്രി നമ്മളിങ്ങനെ കാണുന്നു, അസ്വസ്ഥപ്പെടുത്തി നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ കണ്ടത്, എന്നോടിരുന്ന അമ്മ പറഞ്ഞു, ഞാൻ രാത്രി ഇങ്ങനെ എന്നെ ഭയങ്കര അസ്വസ്ഥപ്പെടുത്തി. ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വെളുപ്പിന് 2 മണിയാകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ മകൻ എന്തോ ഒരു ആക്സിഡൻറ്റ് വരാൻ പോകുന്ന പോലെ അവൾക്ക് തോന്നി. അസ്വസ്ഥപ്പെട്ട അമ്മ എഴുന്നേറ്റു. രാത്രി പിന്നെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ ആകുമ്പോൾ അറിഞ്ഞു മോന് വേറെ എവിടെയോ പഠിക്കുക, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇതേപോലെ അനുഭവം അമ്മമാർക്ക് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഒരു വെളിപ്പെടുത്തലാണ്. അപ്പന്മാർക്കില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്കല്ലേ ബ്രദറെ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് ഉള്ളിൽ നമ്മളിങ്ങനെ ആരോ പറയും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നതിന് മുൻപേ സ്വപ്നത്തിലൂടെയുള്ള വെളിപ്പെടുത്തൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. ബൈബിൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം പറയുന്നുണ്ട്, മിരിയാമിനോടും അഹരോനോടും ചിലവരോട് ഞാൻ നേരിട്ട് സംസാരിക്കും, ചിലരോട് ഞാൻ ബൈബിളിലൂടെ മെസ്സേജ് കൊടുക്കും, ചിലരോട് ഞാൻ സ്വപ്നത്തിലൂടെ സംസാരിക്കും. അത് വളരെ പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ബൈബിൾ ഒരുപാട് ഭാഗത്ത്, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ പുറകെ പോകാത്തത്. അപ്പോൾ ചില സ്വപ്നങ്ങൾ നമ്മളെ സംബന്ധിക്കുന്ന സ്വപ്നങ്ങൾ ദൈവം തരാറുണ്ട്. അത് നമ്മളെ ഒന്ന് തിരിച്ചറിയാനാണ്. നീ ഒന്ന് അലർട്ടാകുക, നീ ശ്രദ്ധിക്കുക. അത് ദൈവസ്നേഹത്തിൽ വെളിപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ, ഇപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിൽ പോയി വെക്കും. ഇന്നലെ രാത്രി കണ്ട വിഷയം ഓരോരുത്തർ സ്വപ്നമൊക്കെ എടുത്തു വെക്കും. കാറ് വാങ്ങുന്ന കണ്ടല്ലോ. ഞാൻ പറഞ്ഞ പല ടൈപ്പ് സ്വപ്നങ്ങളുണ്ട്. ചിലത് ഫാൻറ്റസി സ്വപ്നങ്ങളുണ്ട്, നീ കണ്ട ഇമേജിനെ റീജനറേറ്റ് ചെയ്യുന്ന. അതല്ല, അത് വെറും പകൽക്കിനാക്കളാണ്, വന്നു കണ്ടുപോയി. ചിലത് നമ്മുടെ ഉള്ളിൽ ആഴമായി കിടക്കുന്ന ഇമേജിന്. ഇപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ അവളെവിടെ ആയിരിക്കുമ്പോൾ പഠിക്കുന്ന അവിടെ പോയി ഇവിടെ നമ്മളിങ്ങനെ ആകുലതയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ വരും. അതുമല്ല, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം പോലെ നമ്മുടെ ഉള്ളിൽ അത് നിൽക്കും. വളരെ വ്യക്തമായിരിക്കും, നമ്മളത് അസ്വസ്ഥപ്പെടുത്തും. ഇങ്ങനെയുള്ള ചില സാഹചര്യമുണ്ട്. അപ്പം ഞാനിത് പറയുമ്പോൾ ഇന്ന് പോയിട്ട് എല്ലാ സ്വപ്നങ്ങൾ കണ്ടത് തിരഞ്ഞെടുക്കാനല്ല പറഞ്ഞത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഇതുപോലെ വലിയൊരു സ്വപ്നം കണ്ടിട്ട് അസ്വസ്ഥനായി. അദ്ദേഹത്തിന് പിന്നെ ഉറങ്ങാൻ സാധിച്ചില്ല. ഈ സ്വപ്നം അദ്ദേഹത്തെ ആകുലപ്പെടുത്തി. വളരെ റിയലിസ്റ്റിക്കാണ്. അദ്ദേഹത്തിന് ഇതിനെ എന്ന് പറഞ്ഞാൽ വളരെ അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തി. ഈ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്കിതിൻ്റെ പൊരുളറിയണം. അദ്ദേഹം രാജാവാണ്, ചക്രവർത്തിയാണ്. ലക്ഷക്കണക്കിന് നാട്ടുരാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെ ശക്തരായ ജ്ഞാനികളും മന്ത്രവാദികളും പ്രവചനക്കാരും എല്ലാം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ, അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുണ്ട്. അദ്ദേഹം അവരോടെല്ലാം വിളിച്ചു പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കണം. ഇതായിരുന്നു ചോദ്യം. ഇപ്പം ജ്ഞാനികൾ പറഞ്ഞു, ഞാൻ ചുരുക്കി പറയാം, ജ്ഞാനികൾ പറഞ്ഞു, ആദ്യം നീ കണ്ട സ്വപ്നം പറ, ബാക്കി ഞങ്ങൾ വ്യാഖ്യാനിക്കാം. അപ്പം നെബൂഖദ്നേസർ രാജാവ് ദേഷ്യപ്പെട്ടു. നിൻ്റെയൊക്കെ വേല കൈയിരിക്കട്ടെ, നിനക്കൊക്കെ പറയാൻ കഴിവുണ്ടെങ്കിൽ സ്വപ്നം എന്താണെന്നും പറയണം, അതിൻ്റെ വ്യാഖ്യാനവും പറയണം. ഇതാണ് നെബൂഖദ്നേസർ രാജാവ് ജ്ഞാനികൾക്ക് നൽകിയ ചലഞ്ച്. അവർ കൂടുതൽ കഴിവുകൾ പറഞ്ഞു നോക്കി. കാരണം അവർക്ക് ഇത് ആരെക്കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. സ്വപ്നവും പറയണം, വ്യാഖ്യാനം പറയണം. ഇന്ന് ഒരു സഹോദരി ഒരു സ്വപ്നം കണ്ടതായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സഹോദരി സ്വപ്നം കണ്ടപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു, അത് ബൈബിളിൽ ഇതേ സംഭവം അതുമായിട്ട് റിലേറ്റഡ് ഒരു വചനമുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു. ആ ദൈവവചനം അവിടെ പറയുകയും ആ സ്വപ്നവുമായിട്ട് അത് ഒത്തിരി റിലേറ്റഡ് ആവുകയും ഇപ്പോൾ കുറച്ച് മുമ്പ് ആവുകയും ചെയ്തപ്പോൾ അതിൽ ഒരു ഉപദേശം ആണ് അതിലൂടെ അവർക്ക് നൽകിയത്. എന്ന് പറഞ്ഞ പോലെ
അദ്ദേഹവും ആ വലിയ സ്വപ്നം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. രാജാവാണ്, ചക്രവർത്തിയാണ്, വലിയ രാജ്യത്തിൻ്റെ ഉടമയാണ്, എല്ലാ അധികാരമുള്ള നെബൂഖദ്നേസർ രാജാവിനെ അത് അസ്വസ്ഥപ്പെടുത്തിയാണ്. അദ്ദേഹം ജ്ഞാനികളെ വിളിച്ച് ഇതെന്താണ് എൻ്റെ വ്യാഖ്യാനം എന്ന് ചോദിച്ചു. ജ്ഞാനികൾ പറഞ്ഞു, നീ സ്വപ്നം പറയണമെങ്കിൽ വ്യാഖ്യാനം പറഞ്ഞു. അദ്ദേഹം ദേഷ്യപ്പെട്ട് പറഞ്ഞു, എല്ലാ ജ്ഞാനികളെയും കൊല്ലുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. അപ്പം ജ്ഞാനികളെയെല്ലാം നെബൂഖദ്നേസർ രാജാവിൻ്റെ ബാബിലോൺ സാമ്രാജ്യത്തിന് കീഴിലുള്ള എല്ലാ ജ്ഞാനികളെയും കൊല്ലാൻ അധികാരം ലഭിച്ച ഒരു പടനായകനുണ്ട്, അരിയോക്ക്. അരിയോക്ക് എല്ലാവരെയും കൊല്ലാൻ വേണ്ടി ഇറങ്ങിയ കൂട്ടത്തിൽ ദാനിയേലിനെയും കൊല്ലാൻ വേണ്ടി വന്നു. ദാനിയേൽ അരിയോക്കിനെ വിളിച്ചിട്ട് വളരെ തന്ത്രപൂർവ്വം സംസാരിച്ചു. അരിയോക്കെ, എന്താണ് പ്രശ്നം? ഇങ്ങനെ എല്ലാവരെയും കൊല്ലാൻ ഒരു കൽപ്പന പുറപ്പെടാനുള്ള കാരണം എന്താ? അപ്പം അരിയോക്ക് പറഞ്ഞു, ദാനിയേലേ, നീ അറിഞ്ഞില്ലേ, രാജാവ് ഒരു വല്ലാത്ത സ്വപ്നം കണ്ടു. ഈ സ്വപ്നം രാജാവിനെ അസ്വസ്ഥനാക്കി. രാത്രി കിടക്കപ്പായിൽ അദ്ദേഹത്തിന് എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ല. രാജാവ് 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഒരു വലിയ വിഷയം അദ്ദേഹത്തെ അലോസരപ്പെടുത്തുക. അദ്ദേഹം കണ്ട സ്വപ്നം പറയാനോ അത് വ്യാഖ്യാനിക്കാനോ ഈ നാട്ടിലുള്ള ആർക്കും പറ്റത്തില്ല. ഉടനെ ദാനിയേൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എന്നെ രാജാവിൻ്റെ സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോകും, തലസ്ഥാനത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകും, കൊട്ടാരത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകും, നമുക്ക് നോക്കാം. ഇത് പറഞ്ഞിട്ട് ദൈവവചനത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സർവജ്ഞാനങ്ങളും വെളിപ്പെടുത്തുന്ന യഹോവ എൻ്റെ ദൈവമല്ലോ. ദാനിയേലിനുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ദാനിയേലിന് അറിയാം യാഹ്വേ എന്ന ദൈവമാണ് റിയൽ ദൈവം. ബാബിലോണിലെ ദൈവമല്ല, ബാബിലോണിലെ ദാഗോനോ അഷേരത്തോ ജൂപ്പിറ്ററോ ഒന്നും അല്ല ദൈവം. ബാബിലോണിലെ ദൈവം വെറും ബിംബങ്ങളും എൻ്റെ ദൈവമാണ് ജീവിക്കുന്ന ദൈവമെന്നും വളരെ ഉറപ്പുള്ളവനാണ് ദാനിയേൽ. അതുകൊണ്ടാണ് ദാനിയേൽ പറയുന്നത്, സർവ്വ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ദൈവം എനിക്കുണ്ടല്ലോ. ഹല്ലേലൂയ. ഈ വിശ്വാസം നമ്മൾ വേണം. ഒരു പ്രതിസന്ധി, ഇനിയിപ്പോൾ പാമ്പ് കടിക്കുന്ന സ്വപ്നം കണ്ടാൽ പോലും ഭയപ്പെടരുത്, എൻ്റെ ദൈവം എന്നെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കണം. എൻ്റെ യേശുവിനെ മാത്രമേ ഈ ലോകത്തിൽ കഴിയൂ മരണത്തെ എടുത്തു മാറ്റാൻ. പുനരുത്ഥാനവും ജീവനും ഞാൻ തന്നെയാണ്. അരിയോക്കിന്റെ കൂടെ കൊട്ടാരത്തിൽ ചെന്ന ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, എനിക്ക് അല്പം സമയം വേണം. ദാനിയേൽ തിരിച്ചു വീട്ടിൽ വന്നിട്ട് 3 സഹോദരങ്ങൾ, പ്രാർത്ഥനക്കാരായ 3 സഹോദരങ്ങൾ കൂടെ ഉണ്ട്. അവരോട് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങളെല്ലാം മധ്യസ്ഥ പ്രാർത്ഥിക്കണം, നമുക്ക് ആ രഹസ്യം വെളിപ്പെടുത്തി കിട്ടിയേ മതിയാകത്തുള്ളൂ. രാത്രി ദാനിയേലിന് സ്വപ്നത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ദർശനത്തിലൂടെ. ആ വലിയ രഹസ്യം, ആ വലിയ സ്വപ്നം ദാനിയേലിന് ദൈവം പറഞ്ഞു കൊടുത്തു. രഹസ്യത്തിന്റെ പൊരുൾ രാത്രി കിടക്കപ്പായിൽ കിട്ടിയപ്പോൾ തന്നെ ദാനിയേൽ ചാടി എഴുന്നേറ്റ് മുട്ടുമേ നിന്ന് ദൈവം അത് വെളിപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം, സ്തോത്ര, ഹല്ലേലൂയ. ചില വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് ദൈവം തരുമ്പോൾ സ്തോത്രം ചെയ്യണം. അത് നിന്റെ വഴി നടത്തലിൻ്റെ ദൈവമാണ്. ഇന്ന് പലർക്കും ഇവിടെ വഴി നടത്തലിൻ്റെ മെസ്സേജുകൾ ദൈവം കിട്ടിയാൽ ഇന്ന് നീ സ്തോത്രം ചെയ്യണം. നിന്നെ നടത്താൻ ദൈവം ഹാളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പേര് വിളിച്ച് പറഞ്ഞവർ മാത്രമല്ല, ഇന്ന് ആരൊക്കെ ഏറ്റെടുക്കണം ദൈവത്തിന്റെ വഴി നടത്തൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരിലേക്ക് ഇന്ന് ദൈവം ഇറങ്ങുകയാണ്. ദൈവം നമ്മളോട് സംസാരിക്കണം. രാത്രി ഒരു ദർശനത്തിൽ ദൈവത്തിന്റെ വെളിപാട് ദാനിയേലിന് കിട്ടി. ദാനിയേൽ പിറ്റേ ദിവസം അരിയോക്കിനെ വിളിച്ചു, എന്നെ കൊണ്ടുപോ, രാജാവിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കാൻ പറഞ്ഞു. നെബൂഖദ്നേസർ രാജാവിന്റെ മുമ്പിൽ അധികം ആരും പോകത്തില്ല, വിറയ്ക്കും. തിരുവായ്ക്ക് എതിർവായില്ലാത്ത രാജാവാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനറിയാം, അദ്ദേഹം ഒരു വാക്ക് കൽപ്പിച്ചാൽ കൽപ്പിച്ചതാ. രണ്ടാമതൊരു വാക്കില്ല. കൊന്നുകളയാൻ പറഞ്ഞാൽ കൊന്നുകളയും. അവനെയും കൊല്ലും, ജ്ഞാനികളെയും കൊല്ലും, അവന്റെ കുടുംബത്തെയും കൊല്ലും. അവന്റെ കുടുംബത്തിന്റെ ഉത്തരത്തിൽ അവരെ കെട്ടിത്തൂക്കും. ഇങ്ങനെ അതിക്രൂരമായ ശിക്ഷകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവാണ് നെബൂഖദ്നേസർ. അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് തീക്കുണ്ടത്തിൽ എറിയുക. നമുക്കറിയാം, 3 ചെറുപ്പക്കാരെ തീക്കുണ്ടത്തിൽ അല്ലെങ്കിൽ തീ കൂട്ടിയ വലിയ കൂനയിലേക്ക് എറിഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വലിയ ശിക്ഷയായിരുന്നു തീയിലേക്ക് ജീവനോടെ ദഹിപ്പിക്കുക. അങ്ങനെ വളരെ ക്രൂരനായ ഒരു രാജാവാണ് നെബൂഖദ്നേസർ. ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ആരും പോകത്തില്ല, കിടുകിട വിറയ്ക്കും. ആ രാജാവിന്റെ മുമ്പിലേക്ക് ദാനിയേലിനെ കൂട്ടിക്കൊണ്ട് അരിയോക്ക് അവിടെ ചെല്ലുക. ദാനിയേൽ രാജാവിന്റെ മുമ്പിൽ പോയി, രാജാവേ, പിന്നെ ഒരു വെല്ലുവിളിയാ, നീ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇതാണ്, നീ കണ്ടത് വലിയൊരു ബിംബമാണ്. ആ ബിംബത്തിന്റെ രൂപം ഭയാനകരമായിരുന്നു. ആ രൂപം ഇങ്ങനെയായിരുന്നു, അതിന്റെ തല സ്വർണം കൊണ്ടുള്ള തലയാ. അതിന്റെ ദേഹം, കൈകളും നെഞ്ചുഭാഗവും വെള്ളി കൊണ്ടാണ്. അതിന്റെ വയറും തുടഭാഗവും ബ്രോൺസ്, താമ്രം കൊണ്ടാണ്. കാൽഭാഗം
ഇരുമ്പ് കൊണ്ടും അതിന്റെ പാദം ഇരുമ്പും കളിമണ്ണും 10 വിരലുകൾ കളിമണ്ണും ഇരുമ്പും ചേർന്നുകൊണ്ടിരിക്കുന്ന രൂപത്തെ നീ കണ്ടു. നീ നോക്കിക്കൊണ്ടിരിക്കെ കൈ തൊടാതെ ഒരു കല്ല്, ശ്രദ്ധിക്കണമേ, നീ നോക്കിക്കൊണ്ടിരിക്കെ ആ വലിയ ഭയാനകരമായ സാമ്രാജ്യത്വ ബിംബത്തിന്റെ നേരെ കൈ തൊടാതെ ഒരു കല്ല് പറന്നു വന്ന് ആ ബിംബത്തെ ഇടിച്ച് ആ ബിംബം പതിരുപോലെ ചിതറിത്തെറിച്ച് 4 ഭാഗത്തുള്ള കാറ്റുകൾ ആ ബിംബത്തെ പറപ്പിച്ച് കളഞ്ഞു. അത് ചെതറി, അത് പൊടി പോലെ അതിനെ മാറ്റി. അതിനെ ഇടിച്ചു കളഞ്ഞ കല്ലുണ്ടല്ലോ, ആ കല്ല് ഭൂമി മുഴുവൻ വളർന്ന് വലിയ പർവ്വതമായി മാറി. ഇതാണ് നീ കണ്ട സ്വപ്നം. ഹല്ലേലൂയ. ഇതാണ് വലിയ പർവ്വതമായി മാറി. ഇനി ദാനിയേൽ പറഞ്ഞു, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ്: നീ കണ്ട സാമ്രാജ്യത്വ ബിംബത്തിന്റെ തല, അത് തനി തങ്കം കൊണ്ടാണ് തലഭാഗം. അത് നിന്റെ സാമ്രാജ്യമാണ്. എല്ലാ മഹത്വവും, എല്ലാ സമ്പത്തും, എല്ലാ വലിയ വിസ്തൃതമായ രാജ്യവും, എല്ലാ മഹത്വവും നിനക്കാണ് ദൈവം നൽകിയിരിക്കുന്നത്. പണ്ട് കാലത്തെ 7 അത്ഭുതങ്ങൾ, ഇപ്പോഴത്തെ കാലത്തെ 7 അത്ഭുതമല്ല, അന്ന് കാലത്തെ 7 അത്ഭുതങ്ങൾ ഒന്നാണ് ദ ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോൺ. ബാബിലോണിലെ തൂക്ക് ഗാർഡൻ, തൂക്ക് പൂന്തോട്ടം, അത് നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് നടന്നൊരു അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. എല്ലാ മഹത്വവും നിനക്ക് ദൈവം നൽകി. ശക്തനും ധീരനുമായ രാജാവേ, തലകൊണ്ട് അല്ലെങ്കിൽ ആ സാമ്രാജ്യത്വ ബിംബത്തിന്റെ പൊന്നുകൊണ്ട് നിർമ്മിച്ച തലഭാഗം നീ തന്നെയാണ്. എന്നാൽ നിനക്ക് ശേഷം നിന്റെ അത്ര ശക്തിയില്ലാത്ത ഒരു രാജ്യം വരും. അതാണ് ആ ബിംബത്തിന്റെ വെള്ളി കൊണ്ടുള്ള നെഞ്ചുഭാഗവും കൈകളും. ചരിത്രം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്ത് ബൈബിൾ പറഞ്ഞോ ആ ദർശനത്തിൽ ലോകത്തിലേക്ക് നൽകാനിരിക്കുന്ന വലിയൊരു പ്രവചനമാണ് ആ ദർശനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ലോകത്തിന് നൽകിയിരിക്കുന്ന കാലഘട്ടങ്ങളുടെ പ്രവചനം നെബൂഖദ്നേസർ രാജാവ് കണ്ട സാമ്രാജ്യത്വ ബിംബത്തിന്റെ സ്വപ്നത്തിലുണ്ട്. ആ സ്വപ്നത്തെ ചരിത്രം പഠിപ്പിക്കുന്നത് നെബൂഖദ്നേസറിന്റെ രാജഭരണ കാലഘട്ടം, അതാണ് ആ ബിംബത്തിന്റെ തല കൊണ്ടുള്ള ഭാഗം. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്നത് അവന്റെ അത്ര ശക്തിയില്ലാത്ത, എന്നാൽ ശക്തിയുള്ളതുമാണ്, എന്നാൽ അവന്റെ അത്ര ശക്തിയില്ലാത്ത ഒരു രാജ്യമാണ്. ചരിത്രം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്: നെബൂഖദ്നേസറിന്റെ മകന്റെ മകൻ ആയ ബെൽഷാസർ ഭരിക്കുമ്പോൾ, ബെൽഷാസർ രാജാവ് ജെറുസലേം ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ദൈവത്തെ അവമാനിക്കുന്ന പ്രവൃത്തി ചെയ്തപ്പോൾ ഒരു കൈവിരലുകൾ ആ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി, മെനെ മെനെ തെക്കേൽ പാർസിൻ, ദൈവം നിന്നെ തൂക്കി നോക്കി ഭരിപ്പാൻ നീ യോഗ്യനല്ലാത്ത കൊണ്ട് നിന്നെ നീക്കിക്കളയുന്നു എന്ന് പറഞ്ഞ അന്ന് രാത്രി പേർഷ്യൻ രാജാവായ സൈറസും മേദിയൻ രാജാവും അന്ന് രാത്രി ബാബിലോണിലെ വലിയ നദികളെ വറ്റിച്ചുകൊണ്ട്, ടൈഗ്രിസ് നദിയാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ, നദികളെ വറ്റിച്ചെന്ന് പറഞ്ഞാൽ നദികളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ആ ബാബിലോൺ രാജ്യത്തിൽ അന്ന് പ്രവേശിച്ചു. അന്ന് രാത്രി ബെൽഷാസർ രാജാവ് മരിച്ചു. വീണ്ടും വന്നത് 2 രാജ്യങ്ങളാണ് പിന്നീട് ഭരിച്ചത്. അതാണ് രാജാവേ നീ കണ്ട സാമ്രാജ്യ ബിംബത്തിന്റെ വെള്ളി കൊണ്ടുള്ള ഭാഗം. വെള്ളി കൊണ്ടുള്ള ഭാഗത്തിൽ 2 കൈകളുണ്ട്. 2 കൈകൾ ഉദ്ദേശിക്കുന്നത് 2 രാജ്യമാണ്. ഒന്ന് മിദിയാൻ, ഒന്ന് പേർഷ്യ. മിദിയാൻ ഒരു രാജ്യമാണ്. ഇന്നത്തെ ഇറാൻ ആണ് അന്നത്തെ മിദിയ. മീഡിയ എന്ന് ഇംഗ്ലീഷിലും മെദിയാൻ എന്ന് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന മെദിയ രാജാവ്, പിന്നെ കൂടെ തന്നെ പേർഷ്യൻ കിങ്ങായ സൈറസുമാണ് പിന്നീട് നെബൂഖദ്നേസറിന്റെ രാജാവിൻ്റെ ആ സാമ്രാജ്യം ഭരിച്ചത്. 2 രാജാക്കന്മാർ മാറി മാറി ഭരിച്ചു, മെദിയാൻ രാജാവും പേർഷ്യൻ രാജാവും. അതാണ് ആ ബിംബത്തിന്റെ 2 കൈകൾ. നിന്റെ അത്ര മഹത്വമില്ല എങ്കിലും അവരും വെള്ളി കൊണ്ടാണ് അവരെ ആ സാമ്രാജ്യ ബിംബം. അത് 2 രാജാക്കന്മാരാ പിന്നീട് ലോകം ഭരിക്കുന്ന ശക്തരായി വന്ന സാമ്രാജ്യമാണ് ആ കണ്ടത്. പിന്നീട് അതിന്റെ ആ സാമ്രാജ്യ ബിംബത്തിന്റെ വയറും തുടഭാഗവും അത് താമ്രം കൊണ്ടാണ്, ബ്രോൺസ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ സിൽവർ കൊണ്ടുള്ള നെഞ്ച് ഭാഗത്തിന്റെ അത്ര അതിനേക്കാളും അടുത്ത ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്യമാണ് പിന്നീട് വന്നത്. അവൻ ശക്തിയേറിയ ഒരു രാജ്യമായിരിക്കും. ആ രാജാവാണ് ഫിലിപ്പ് ഓഫ് മാസിഡോണിയയുടെ മകനായ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഈജിപ്ഷ്യൻ യവന കാലഘട്ടമാണ് പിന്നീട് വന്ന ശക്തമായ സാമ്രാജ്യം.
ഗ്രീസിന്റെ ഏറ്റവും താഴെഭാഗമായ ഒരു നാട്ടുരാജ്യമായ മാസിഡോണിയയിൽ നിന്ന് തൻ്റെ പടം നയിച്ചു തുടങ്ങി ഇന്ത്യയുടെ അതിർത്തി സിന്ധു നദിയുടെ തീരം വരെ എത്തിയ അവൻ്റെ തേർവാഴ്ച ലോകത്തെ പിടിച്ചടക്കിയ വലിയ സാമ്രാജ്യമാണ്. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അത് എഴുതുമ്പോൾ അലക്സാണ്ടർ രാജാവ് ജനിച്ചിട്ടില്ല. നെബൂഖദ്നേസർ രാജാവ് ഈ സ്വപ്നം പറയുമ്പോൾ അലക്സാണ്ടറോ അപ്പൻ ഫിലിപ്പോ ജനിച്ചിട്ടില്ല. ബൈബിൾ പ്രവചനങ്ങളുടെ പുസ്തകമാണ്. സ്തോത്ര ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. എന്ത് ബൈബിൾ പറഞ്ഞോ അതേ സംഭവിച്ചിട്ടുള്ളൂ, ഇനിയും അതേ സംഭവിക്കത്തുള്ളൂ. നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കാണുമ്പോൾ ഈ രാജ്യങ്ങളൊന്നുമില്ല. അന്ന് അവന്റെ വലിയ രാജ്യമായ ബാബിലോൺ മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ മിദിയാനും പേർഷ്യയും അവിടെ ഭരിച്ചു. അതിനുശേഷം ആ രാജ്യം ഭരിച്ചത് ശക്തനായ രാജാവ് അലക്സാണ്ടറാണ്. അതിനെപ്പറ്റി പറയുന്നു, ആ രാജ്യം ഭരിക്കും 4 കാറ്റുകളിൽ അവന്റെ രാജ്യം ചെന്ന് ചേരും. അലക്സാണ്ടർ ഇന്ത്യയുടെ ബോർഡറിൽ വെച്ച് മരിച്ചു. അവന്റെ 4 ജനറൽമാരിലേക്ക് ആ രാജ്യം എത്തിച്ചേർന്നു. അതാണ് 4 കാറ്റുകൾ. ബൈബിൾ എന്ത് പറഞ്ഞോ അത് തന്നെ പിൽക്കാലത്ത് സംഭവിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവെ വയറിന്റെ ഭാഗത്തുള്ള താമ്രഭാഗവും ഇരുമ്പ് കൊണ്ടുള്ള താമ്രം കൊണ്ട കാലുകളുടെ താഴെ കണ്ടത് അതിക്രൂരമായ ഒരു രാജ്യമായിരിക്കും. 2 രാജ്യം. അതാണ് നീ കണ്ട ഉരുക്ക് കൊണ്ടുള്ള ഇരുമ്പ് കൊണ്ടുള്ള കാൽപാദങ്ങൾ. മുട്ടിന് താഴോട്ട് നീ കണ്ടത് 2 കാലുകൾ. അത് ഉരുക്ക് കൊണ്ടാണ്, ഇരുമ്പ് കൊണ്ടാണ്. അതാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ കാലഘട്ടത്തിന് ശേഷം വന്ന റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിൽ 2 കാലുകൾ അവിടെ കണ്ടത് 2 രാജ്യമാണ്, തെക്കൻ റോമനും വടക്കൻ റോമനും. അതായത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ 2 ശക്തികൾ ചേർന്നതാണ് റോമൻ. അതാണ് 2 കാലുകൾ. ഈ റോമൻ സാമ്രാജ്യമാണ് പിന്നീട് വന്ന വലിയ സാമ്രാജ്യത്തെ ശക്തി. എന്നാൽ അതിനുശേഷം നീ കണ്ട പാദങ്ങളുണ്ടല്ലോ, ആ പാദങ്ങൾ 10 വിരലുകൾ 10 നാട്ടുരാജ്യങ്ങളാണ്. അല്ലെങ്കിൽ പിൽക്കാലത്ത് റോമൻ സാമ്രാജ്യത്തിന് ശേഷം ഉയർന്നു വന്ന 10 രാജ്യശക്തികളാണ്. എന്നാൽ ആ കാല് ഉരുക്കും കളിമണ്ണും ചേർന്ന് മിക്സ് ആയതുകൊണ്ട് ആ രാജ്യം ഉരുക്കത്ര ശക്തമായിരുന്നാലും കളിമണ്ണുണ്ടെങ്കിൽ അത് തുരുമ്പെടുക്കും. ആ 10 നാട്ടുരാജ്യങ്ങളെ ശക്തി ക്ഷയിച്ച് അത് വേറെ ഒരു തലമായിട്ട് മാറുന്നത് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പ്രതിമ, ആ സാമ്രാജ്യത്തെ ബിംബം നീ നോക്കിക്കൊണ്ടിരിക്കെ കൈതൊടാതെ പറന്നു വന്നൊരു കല്ല്, നമ്മുടെ വിഷയം ഇന്ന് അതിലേക്കാണ് പോകുന്നത്. കൈതൊടാതെ പറന്നു വരുന്ന ഒരു കല്ല് എല്ലാ സാമ്രാജ്യത്തെ ശക്തികളെയും തച്ചുടച്ചുകൊണ്ട് അതിന് 4 കാറ്റുകളിൽ പറത്തിക്കൊണ്ട് ആ കല്ല് ഭൂമിയിൽ ശക്തമായി വളർന്ന് വലിയൊരു പർവ്വതമായി ഭൂമി മുഴുവൻ നിറഞ്ഞു. കൈതൊടാതെ പറന്നു വന്ന ഒരു കല്ലിനെ കുറിച്ച് ദാനിയേൽ വീണ്ടും എഴുതി. അതിങ്ങനെയാ ദാനിയേലിന്റെ പുസ്തകം പറയുന്നത്, മലമുകളിൽ നിന്ന് ആരും തൊടാതെ കല്ല് അടർന്നു വരുന്നതും ഇരുമ്പും ഓടും കളിമണ്ണും വെള്ളയും സ്വർണവും ഇടിച്ച് പൊടിയാക്കുന്നതും നീ ദർശിച്ച പോലെ തന്നെ. ഹല്ലേലൂയ. ഉന്നതനായ ദൈവം ഭാവി കാര്യങ്ങൾ ദാനിയേലിന് വെളിപ്പെടുത്തുക. ദാനിയേൽ കണ്ട ഈ സാമ്രാജ്യത്വ ബിംബത്തിന്റെ കഥയും സാമ്രാജ്യ ബിംബത്തിന്റെ എക്സ്പ്ലനേഷനും പറഞ്ഞപ്പോൾ ആരുടെ മുമ്പിലും തല ഉനിക്കാത്ത നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം ദാനിയേലിനെ വീണ് നമസ്കരിച്ചു. ദാനിയേലേ, നിന്റെ ദൈവം അത്യുന്നതനായ ദൈവവും ദൈവാധിദേവനുമാണ്. നിന്റെ ദൈവത്തിനല്ലാതെ ഇത് ആർക്കും പറയാൻ പറ്റത്തില്ല. നിന്റെ ദൈവം റിയൽ. ദാനിയേലിന്റെ വെളിപ്പെടുത്തൽ കേട്ട് ആദ്യമായിട്ടാണ് രാജാവ് ഒരുത്തന്നെ സാഷ്ടാംഗം വണങ്ങുന്നത്. നെബൂഖദ്നേസർ താഴെ വീഴുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ദാനിയേലിന്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് അവൻ ഞെട്ടിപ്പോയി, അവൻ ഭയപ്പെട്ടു പോയി. ഇത്രയും ഷാർപ്പാണ് ദൈവത്തിന്റെ പ്രവചനങ്ങളും ദർശനങ്ങളും. സ്തോത്ര ഹല്ലേലൂയ. അന്ന് ദാനിയേൽ കണ്ടതാണ് ഇന്ന് സംഭവിക്കുന്നത്. കളിമണ്ണും ഇരുമ്പും ചേർന്ന കാൽപാദങ്ങളൊക്കെ തകർത്തുകൊണ്ട് കൈതൊടാതെ ഒരു കല്ല് പറന്നു വന്നു. നമ്മൾ ഇന്ന് ആ കല്ലിന്റെ പുറകെ പോകുന്നത്. സങ്കീർത്തന പുസ്തകം 118 22, 23 അധ്യായങ്ങൾ നമുക്ക് വായിക്കാം. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. ഒരു കല്ലിനെ പറ്റി സങ്കീർത്തനകാരൻ പറയാം, ദാറ്റ് ഈസ് എ കോർണർ സ്റ്റോൺ. എല്ലാ പണിക്കാരും ഒരു കല്ലിനെ ഉപേക്ഷിക്കും, പക്ഷെ ആ കല്ലെന്താ തീരും? ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആ മൂലക്കല്ലായിട്ട് തീരും. പണിക്കാർ ഒരു കല്ലിനെ ഉപേക്ഷിക്കും, ആ കല്ല് ഒന്ന് ശ്രദ്ധിച്ചേ. പണിക്കാർ ഒരു കല്ലിനെ ഉപേക്ഷിക്കും, ആ കല്ല്
അത് മൂലക്കല്ലായി തീരും. എങ്ങനെയാ അതിന്റെ വ്യാഖ്യാനം എങ്ങനെയാ? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 21:42 നമുക്ക് എടുക്കാം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 42 വാക്യം. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ആമേൻ. വായിച്ചോ. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ആമേൻ. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. ഇത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും ഈ കല്ല് ആരുടെ മേൽ വീഴുന്നു അത് അതിനെ ധൂളിയാക്കും. സാമ്രാജ്യത്വ ശക്തിയെ നിന്റെ മേൽ ഈ കല്ല് വീണപ്പോൾ അതിനെ ധൂളിയാക്കി. ഇതിന്റെ വ്യാഖ്യാനം ഞാൻ പറയാം. പണിക്കാർ എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ പ്രീസ്റ്റ് ആൻഡ് എൽഡേഴ്സിനെയാണ്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ മെയിൻ ഇടയന്മാരെ അവരെ വിളിക്കാണ് പണിക്കാർ എന്ന് പറഞ്ഞാൽ. ദേവാലയത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ ഫിസിക്കൽ വർക്കല്ല, വിശ്വാസികളെ വെച്ച് ജെറുസലേം ദേവാലയത്തിൽ യഹോവയുടെ ജനതയെ ഉണ്ടാക്കാൻ ഏൽപ്പിച്ച ഇടയന്മാരാണ് എൽഡേഴ്സ് ആൻഡ് പണിക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളെ ദൈവം ഏൽപ്പിച്ച പണി എന്താണ്? ദൈവരാജ്യം പണിയുക. പണിക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പണിക്കാരാണ്. ദൈവരാജ്യത്തിന്റെ പണിക്കാരാകേണ്ട പ്രീസ്റ്റ് ആൻഡ് എൽഡേഴ്സേ, ദൈവരാജ്യത്തിന്റെ പണിക്കാരാകേണ്ട പുരോഹിതരെ, നിങ്ങൾ ഒരു കല്ലിനെ തള്ളിക്കളഞ്ഞു. യേശുവിന്റെ ഉപദേശത്തെ നിങ്ങൾ പുല്ലുവില കൊടുത്തു. ദൈവത്തിന്റെ ആലയത്തിൽ നിങ്ങൾ യേശുവിനെ കയറ്റിയില്ല. യേശുവിന്റെ ഡോക്ട്രിൻസ് നിങ്ങൾ വിശ്വസിച്ചില്ല. യേശുവിന്റെ വചനത്തെ നിങ്ങൾ സ്വീകരിച്ചില്ല. നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞില്ലേ? എടാ പണിക്കാരെ, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ലാണ് ലോകത്തിന്റെ അച്ചുതണ്ട്. നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ലാണ് ഭൂമിയുടെ ദൈവരാജ്യത്തിന്റെ കോർണർ സ്റ്റോൺ. അവൻ ആ മൂലക്കല്ല് യേശുവിനെ നിങ്ങൾ ഉപേക്ഷിച്ചു. നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. അത് നിന്നിൽ നിന്നെടുത്ത് ജാതികൾക്ക് കൊടുത്തു. സ്തോത്ര, ഹല്ലേലൂയ. എത്ര പേര് നമുക്ക് ഇന്ന് തന്നേക്കുക? അതിനെ യേശുവിനെ യഹൂദന്മാരിൽ നിന്നെടുത്ത് നമുക്കെന്ന് തന്നേക്കുക. അവരുപേക്ഷിച്ച കല്ല് നിന്റെ മൂലക്കല്ലായി മാറി. നിന്റെ ഭവനത്തിലെ തകർച്ച ചെയ്യുന്ന കല്ലിന്മേലെന്ന് അടിസ്ഥാനമുള്ളതാക്കി മാറ്റി. ഹല്ലേലൂയ. രോഗിയായി തകർന്നു കിടന്നപ്പോൾ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തി. വിശ്വാസിയായി ദൈവം നിന്നെ മാറ്റി. നിന്റെ ഭവനത്തിൽ ഒരു പുതു വെളിച്ചം വന്നു. അത് നിന്റെ ഭവനത്തെ അവൻ വീണ്ടും പണിയുക യേശുവായ കല്ലുകൊണ്ട്. നീ വലിയ കടബാധ്യതയായിരുന്നു. ദൈവം നിന്റെ കടബാധകളെ മാറ്റി ഘട്ടം ഘട്ടമായി നിന്റെ ഭവനത്തെ വീണ്ടും പുതുക്കി. നീ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമായിരുന്നു. ദൈവം നിന്നെ ഉയർത്തി. നിന്റെ കല്ല്, നിന്റെ തകർന്നു കിടന്ന നിന്റെ ഭവനത്തെ യേശുവിന്റെ മൂലക്കല്ലിൽ അത് പണിതുയർത്തി. ഇന്ന് നമുക്ക് അവരുപേക്ഷിച്ച് കളഞ്ഞ കല്ല് നമ്മുടെ മൂലക്കല്ലായി മാറി. അവര് തള്ളിക്കളഞ്ഞ ആ കല്ലിന്ന് നമ്മളെ പണിതുകൊണ്ടിരിക്കുക. അവര് ക്രിസ്തുവിനെ ആരൊക്കെ വിശ്വസിക്കുന്നോ അവരുടെ ഭവനത്തിന്റെ അടിസ്ഥാനമായിട്ട് ആര് മാറുകയാണ്? യേശുവിനെ. ശ്രദ്ധിക്കേ, 2012 മാർച്ച് 21 ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മണ്ണന്തല ഹാളിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ അറിയുന്നത്. ഞാൻ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് തകർച്ചയുടെ ഒരു ലിസ്റ്റിൽ കിടന്ന ആളാണ് ഞാൻ. ഞാൻ തന്നെ മന്ത്രവാദത്തിനും മന്ത്രവാദം പഠിക്കാനും ആഭിചാരങ്ങൾക്കും 1-ാം പ്രമാണ ലംഘനത്തിനും പോയ ആളാണ് ഞാൻ. 1-ാം പ്രമാണ ലംഘനം, വേറൊരു ഞാനല്ലാതെ ഒരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്നുള്ള കൽപ്പനാ ലംഘനം നടത്തി അന്യദൈവ ആരാധനയുടെ പുറകെ പോയ ആളാണ് ഞാൻ. എൻ്റെ കുടുംബം മുഴുവൻ, എൻ്റെ ഭവനം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നെന്ന് വേർപെട്ട് അന്യാരാധന ബാലിൻ്റെ പുറകെ പോയി. അന്യദേവന്റെ ആചാരങ്ങൾക്ക് പുറകെ പോയി തകർച്ചയിൽ വീണ ഫാമിലിയാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഉണ്ടായിരുന്ന വലിയ ജോലി നഷ്ടപ്പെട്ടു. ഭവനത്തിൻ്റെ ഉയർച്ച തടയപ്പെട്ടു. പ്രതിസന്ധികൾ എൻ്റെ ഭവനത്തിൽ വന്നു കയറി. ഒരുപാട് വിഷയങ്ങൾ നടക്കാതെ പെൻഡിങ് ആയി ഇരിക്കുന്ന അവസരത്തിലാണ് ദൈവം എന്നെ വിളിച്ചത്. തകർന്നു കിടന്ന എൻ്റെ കുടുംബം,
എൻ്റെ വ്യക്തി ജീവിതം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള മണ്ണതല ഹാളിൽ വെച്ച് ദൈവം അത് പുതുക്കിപ്പണിയപ്പോൾ അന്നാണ് തകർന്നു കിടന്ന എൻ്റെ ജീവിതത്തിന് ക്രിസ്തു മൂലക്കല്ലായി മാറിയത്. എന്നെ ദൈവം അവിടെ നിന്ന് പടുതുയർത്തി. തകർച്ചയിൽ കിടന്ന എൻ്റെ അടിസ്ഥാനം യേശു എന്ന മൂലക്കല്ലിൽ ദൈവം ഉയർത്തി. ദൈവം ഇന്ന് തിരിഞ്ഞ് 12 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ ഇന്ന് അവിടുത്തെ വചനത്തെ പ്രഘോഷിക്കുവാൻ ദൈവം എന്നെ നിശ്ചയിച്ച് ഇറക്കി. ഇത് എൻ്റെ കണ്ണിൽ അത്ഭുതമാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പഴയ ഫോട്ടോ നോക്കുമ്പോഴാണ് ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന അവസ്ഥ മനസ്സിലാകുന്നത്. മുടിയെല്ലാം വളർത്തി ഇവിടം വരെ പിന്നിക്കെട്ടി വെച്ച, എല്ലാ നഖങ്ങളിലും നെയിൽ റിങ്ങുകളിട്ട് ഒരു വല്ലാത്ത രൂപമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മാറ്റം സൗളിനെ പൗലോസാക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് നമ്മുടെ കണ്ണിൽ അത്ഭുതമാണ്. യേശുവിന് ഇത് സാധ്യമാണ്. മരിക്കാൻ കിടന്ന മോഹൻചാൻ ബ്രദറിനെ PVS ഹോസ്പിറ്റലിൽ മെഡിക്കൽ സയൻസ് കൈയൊഴിഞ്ഞ ഒരു വ്യക്തിയെ ദൈവത്തിന്റെ സ്നേഹം വിളിച്ച് കൊണ്ടുവന്ന് മരണക്കിടക്കയിൽ നിന്ന് ക്യാൻസർ രോഗത്തിലേക്ക് എത്താവുന്ന അൾസറേറ്റീവ് കൊളൈസിസ് രോഗത്തിൽ നിന്ന് ദൈവം വിളിച്ചെടുത്ത് ഇന്ന് ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മൂലക്കല്ല് പണിതത് കൊണ്ടാണ്. നശിക്കാൻ കിടന്ന, തകർക്കാൻ കിടന്ന ജീവിതത്തെ യേശു മൂലക്കല്ലിട്ട് പാകി പണിത് ഉയർത്തി വലിയൊരു ആലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ മൂലക്കല്ലിന് ക്രിസ്തുവാകണം. നിന്നെ പണിയണം. എത്ര പേര് വിശ്വസിക്കുന്നതിന് കരമുയർത്തി?